മൂവാറ്റുപുഴയിൽ ശംഷാബാദ് രൂപത ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിലിന്റെ കാർ അടിച്ചു തകർത്ത കേസിൽ അപകടമുണ്ടാക്കിയ ലോറി പിടിച്ചെടുത്ത പോലീസ്. പെരുമ്പാവൂരിൽ വെച്ച് ബിഷപ്പിന്റെ കാറും ലോറിയും കൂട്ടിമുട്ടിയതിന് പിന്നാലെ കാർ പിന്തുടർന്ന് ലോറിയിലെ ജീവനക്കാർ ആക്രമിക്കുകയായിരുന്നു. തൊടുപുഴ സ്വദേശികളായ പ്രതികളെ തിരിച്ചറിഞ്ഞതായി പോലീസ് അറിയിച്ചു. ടോം കുര്യാക്കോസ് ചേരുന്നു. ടോം, എന്ത് വളരെ പ്രാധാന്യമുള്ള സംഭവമാണല്ലോ. ഈ പ്രതികളുടെ മറ്റു ബന്ധങ്ങൾ എന്താണ്? പോലീസ് പറയുന്നത് എങ്ങനെയാണ്? ഇന്നലെയാണ് മൂവാറ്റുപുഴയിൽ വെച്ച് ശംഷാബാദ് രൂപത ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിലിന്റെ കാറിന് നേരെ ആക്രമണമുണ്ടായത്. അതായത് പെരുമ്പാവൂരിൽ വെച്ച് ബിഷപ്പ് സഞ്ചരിച്ച കാറും ഒരു ലോറിയും തമ്മിൽ കൂട്ടിമുട്ടിയിരുന്നു. ഇതിന് പിന്നാലെ കാർ മൂവാറ്റുപുഴ വരെയും പിന്തുടർന്നെത്തിയ ലോറിയിലെ ജീവനക്കാർ കാർ അടിച്ചു തകർക്കുകയായിരുന്നു. ബിഷപ്പിന്റെ കാറിന്റെ ഹെഡ്ലൈറ്റ് ഉൾപ്പെടെ അടിച്ചു തകർത്തു. ഇതിന് പിന്നാലെ ഈ കാർ അവിടെ നിന്നും ബിഷപ്പ് അതായത് അദ്ദേഹം പാലാ സ്വദേശിയാണ് മാർ ജോസഫ് കൊല്ലംപറമ്പില്. ശംഷാബാദിൽ നിന്നും ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സ്വദേശത്തേക്ക് വന്നതാണ്. ആ സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത്. ഉടൻ തന്നെ ബിഷപ്പിനെ ബിഷപ്പ് ഹൗസിൽ, അതായത് പാലാ ബിഷപ്പ് ഹൗസിലേക്ക് എത്തിച്ചു. പിന്നീടാണ് പാലാ ബിഷപ്പ് ഹൗസ് അധികൃതർ, അതായത് സഭാ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയത്. മൂവാറ്റുപുഴ പോലീസ് കേസ് സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി. അങ്ങനെ ബിഷപ്പിന്റെ കാർ അടിച്ചു തകർത്ത ആ ലോറി ഡ്രൈവർമാരെ തിരിച്ചറിഞ്ഞു. ലോറി പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. തൊടുപുഴ സ്വദേശികളാണ് ബിഷപ്പിന്റെ വാഹനം തല്ലി തകർത്തത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവരുടെ മറ്റു പശ്ചാത്തലങ്ങൾ അടക്കം പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. സംഭവത്തിന് ശേഷം, അതായത് പോലീസ് കേസെടുത്തതിന് പിന്നാലെ ലോറി ഡ്രൈവറും ക്ലീനറും ഒളിവിൽ പോയെന്നാണ് വിവരം. പക്ഷേ ഇവരുടെ ലൊക്കേഷൻ പോലീസ് കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ബിഷപ്പിന്റെ വാഹനം അടിച്ചു തകർത്ത കേസിലെ പ്രതികളെ ഉടൻ തന്നെ പോലീസ് പിടികൂടി ഇവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ശംഷാബാദ് രൂപതാധ്യക്ഷന്റെ കാറാണ് അടിച്ചു തകർത്തത്. മൂവാറ്റുപുഴയിൽ വെച്ചാണ് സംഭവം. ഈ പ്രതികൾ തൊടുപുഴ സ്വദേശികളെന്നാണ് അറിയുന്നത്. എന്തായാലും പ്രതികളെ തിരിച്ചറിഞ്ഞതായി പോലീസ് വ്യക്തമാക്കുന്നു. അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടായി.